ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ചിക്കൻ ദം ബിരിയാണി, സൺഡേ സ്പെഷ്യൽ ചിക്കൻ ബിരിയാണി. വളരെ ഈസി ആയിട്ട് വളരെ സ്വാദോടുകൂടി ഒരു ചിക്കൻ ബിരിയാണി എങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം. വെൽക്കം ടു ദ വീഡിയോ. ചിക്കൻ ബിരിയാണി തയ്യാറാക്കുന്നതിന് വേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1.25 കിലോ ചിക്കനാണ്. കഴുകി വൃത്തിയാക്കിയതിന് ശേഷം 1.25 കിലോ ഉണ്ട്. 3 മീഡിയം സൈസ് സവാള കനം കുറച്ച് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് ഡീപ്പ് ഫ്രൈ ചെയ്ത് എടുക്കാം. സവാള ഡീപ്പ് ഫ്രൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കി അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഫ്രൈ ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം. തീ മീഡിയം ഫ്ലെയിമിലാക്കി സവാള നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. സവാള ഒന്ന് ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ നന്നായിട്ട് വറുത്തെടുക്കാം. സവാള ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. നമുക്കിത് കോരിയെടുക്കാം. കോരിയെടുത്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. സവാള കരിഞ്ഞു പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കുക. സവാള പൊരിച്ചു കോരിയത് കൂട്ടിയിടാതെ ചിക്കിയിട്ട് കൊടുക്കുക. ബാക്കിയുള്ള സവാളയും ഇതുപോലെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. വറുത്ത് കോരിയ സവാള പകുതി നമുക്ക് മാറ്റിവെക്കാം. പകുതി നമുക്ക് കൈകൊണ്ട് പൊടിച്ചു ചേർക്കാം. സവാള വറുത്ത് കോരിയ അതേ എണ്ണയിൽ തന്നെ കാഷ്യൂ നട്ട്സും ഉണക്കമുന്തിരിയും വറുത്തെടുക്കാം. ആദ്യമായി കാഷ്യൂ നട്ട്സ് വറുത്തെടുക്കാം. കാഷ്യൂ നട്ട്സ് വറുത്തത് കോരിയെടുക്കാം. അടുത്തതായി ഉണക്കമുന്തിരി ഇട്ട് കൊടുക്കാം. ഉണക്കമുന്തിരി വറുത്തത് കോരിയെടുക്കാം. ഇനി അടുത്തതായി ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള മസാല തയ്യാറാക്കിയെടുക്കാം. മസാല തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് നേരത്തെ നമ്മൾ സവാള പൊരിച്ച അതേ എണ്ണയിൽ തന്നെയാണ് സവാള ഇട്ട് കൊടുക്കാൻ പോകുന്നത്. 2 മീഡിയം സൈസ് സവാള ചെറുതായി അരിഞ്ഞത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. സവാള ഒരുപാടങ്ങ് പൊരിഞ്ഞു വരേണ്ട ആവശ്യമില്ല. ചെറുതായിട്ടൊന്ന് വഴണ്ട് വന്നാൽ മതിയാകും. സവാള ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 10 കഷ്ണം വെളുത്തുള്ളിയും 1 പീസ് ഇഞ്ചിയും പേസ്റ്റ് ആക്കിയത് ഇട്ട് കൊടുക്കാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം ഒന്ന് മാറി വരുന്നതുവരെ ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 2 മീഡിയം സൈസ് ടൊമാറ്റോ കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. 5 പച്ചമുളക് ചതച്ചത് ഇട്ട് കൊടുക്കാം. പച്ചമുളക് ചതച്ചതും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ടൊമാറ്റോ ഒന്ന് വെന്ത് കിട്ടുന്നതിന് വേണ്ടിയിട്ട് മീഡിയം ഫ്ലെയിമിൽ 5 മിനിറ്റ് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. 5 മിനിറ്റ് അടച്ച് വേവിച്ചതിന് ശേഷം തക്കാളി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല. പൊടികളുടെ എല്ലാം പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. പൊടികളുടെ എല്ലാം പച്ചമണം മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 പിടി മല്ലിയില ഇട്ട് കൊടുക്കാം. മല്ലിയിലയും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ഫ്രൈ ചെയ്ത് പൊടിച്ചു വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം. സവാളയും ചേർത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ നാരങ്ങ നീര് കൂടി ചേർത്ത് കൊടുക്കാം.
അടുത്തതായി ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി മാറ്റി വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കൻ നന്നായിട്ട് മസാലയുമായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ചിക്കൻ്റെ കളറ് മാറി വെള്ള നിറം വരുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. ചിക്കൻ മസാലയുമായിട്ട് നന്നായിട്ട് ഇളക്കി ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് മീഡിയം ഫ്ലെയിമിൽ 10 മിനിറ്റ് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. 10 മിനിറ്റ് അടച്ചു വെച്ച് വേവിച്ചതിന് ശേഷം ചിക്കൻ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് ഇത് ഇറക്കി മാറ്റി വയ്ക്കാം. ബിരിയാണി തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അരി കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. 1.25 കിലോ അരിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ബസ്മതി റൈസാണ്. കൈമ റൈസ് വേണമെങ്കിലും ഉപയോഗിക്കാം. അരമണിക്കൂർ അരി വെള്ളത്തിൽ കുതിർത്ത് വെച്ചതിന് ശേഷം കഴുകി വൃത്തിയാക്കി ഊറ്റി വെച്ചിട്ടുണ്ട്. ബിരിയാണി തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ബിരിയാണി പോട്ട് അടുപ്പത്ത് വെച്ച് ചൂടാക്കി എടുക്കാം. ഇതിലേക്ക് 4 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് ജാതിപത്രി ഇട്ട് കൊടുക്കാം. അടുത്തതായി തക്കോലം ഇട്ട് കൊടുക്കാം. ഗ്രാമ്പൂ, ഏലക്ക, കറുവപ്പട്ട, ബേ ലീഫ്. ഇതിലേക്ക് ഒരു മീഡിയം സൈസ് സവാള കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. സവാളയും ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവാള ഒരുപാടങ്ങ് വഴണ്ട് വരേണ്ട ആവശ്യമില്ല, ചെറുതായിട്ടൊന്ന് വാടി കിട്ടിയാൽ മതിയാകും. ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ചൂട് വെള്ളമാണ് ഒഴിക്കുന്നത്. ചോറ് വേവുന്നതിന് ആവശ്യമായിട്ടുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. 1 കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളം എന്നുള്ള രീതിയിലാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. വെള്ളം ഒന്ന് തിളച്ച് വന്നതിന് ശേഷം നമ്മൾ നേരത്തെ കഴുകി ഊറ്റി മാറ്റി വെച്ചിരിക്കുന്ന അരി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അരി ഇട്ട് കൊടുത്തതിന് ശേഷം 5 തൊണ്ടൻ മുളക് 2ആയി കീറിയത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ചോറിന് പാകത്തിന് ഉപ്പ്, 1 ടീസ്പൂൺ ഉപ്പാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഉപ്പ് ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അതിനുശേഷം തീ മീഡിയം ഫ്ലെയിമിലിട്ട് അരി 10 മിനിറ്റ് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ചോറ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അരി 1/4 ഭാഗം വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഇറക്കി മാറ്റി വെച്ച് പകുതി ചോറ് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. പകുതി ചോറ് വേറൊരു പാത്രത്തിൽ മാറ്റിയതിന് ശേഷം ബാക്കി പകുതി ചോറിൽ ബിരിയാണി ദം സെറ്റ് ചെയ്ത് എടുക്കാം. ചോറിന് മുകളിലേക്ക് 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം മല്ലിയില ഇട്ട് കൊടുക്കാം. മല്ലിയില ഇട്ട് കൊടുത്തതിന് ശേഷം വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും മുന്തിരിയും ഇട്ട് കൊടുക്കാം. അതിനുശേഷം ബിരിയാണി മസാല ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ ബിരിയാണി മസാലയാണ് ഇട്ട് കൊടുക്കുന്നത്. ബിരിയാണി മസാല ഇല്ലാത്തവർ ഗരം മസാല ഇട്ടാലും മതിയാകും. അടുത്തതായി വറുത്ത് വെച്ചിരിക്കുന്ന ഉള്ളി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കൻ ചോറിൻ്റെ മുകളിൽ നന്നായിട്ട് നിരത്തി ഇട്ട് കൊടുക്കാം. ചിക്കൻ ചോറിൻ്റെ മുകളിൽ നല്ലവണ്ണം നിരത്തി വെച്ചതിന് ശേഷം നേരത്തെ നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന പകുതി ചോറ് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. ചോറിട്ടതിന് ശേഷം ചിക്കൻ്റെ മുകൾ ഭാഗത്തെല്ലാം ചോറ് നകർന്നു വരുന്ന രീതിയിൽ നിരത്തി ഇട്ട് കൊടുക്കാം. ചോറ് ഇട്ട് നിരത്തിയതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് മല്ലിയില ഇട്ട് കൊടുക്കാം. അടുത്തതായി ഇതിലേക്ക് 2 സ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി ബാക്കി വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും മുന്തിരിയും ഇട്ട് കൊടുക്കാം.
അടുത്തതായി വറുത്ത് വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ബിരിയാണി അടച്ച് വെച്ച് 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ദം ചെയ്തെടുക്കാം. 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ദം ചെയ്യാൻ വെച്ചതിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം. വളരെ സ്വാദിഷ്ടമായ ചിക്കൻ ബിരിയാണി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.